നമസ്കാരം. കർക്കിടക മാസമായി അല്ലേ? പഞ്ഞകാലമെന്നും ആടിമാസം എന്നുമൊക്കെ അറിയപ്പെടുന്നു ഈ കാലഘട്ടം. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പഞ്ഞകാലം തന്നെയാണ് കേട്ടോ. ഇടവപ്പാതി മഴ നൽകുന്ന ദോഷത്തിൻ്റെ ഉത്ക്ലേശം, അതോടൊപ്പം തന്നെ വീശിയടിക്കുന്ന ആടിക്കാറ്റും എല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ താറുമാറാക്കിയിട്ടുണ്ടാവും. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കുകയും നമ്മളിൽ രോഗാതുരതയുണ്ടെങ്കിൽ അത് കൂട്ടുകയും സ്വസ്ഥനായിട്ടിരിക്കുന്ന, അതായത് ആരോഗ്യവാനായിട്ടിരിക്കുന്ന ആൾക്കാരിൽ പോലും അല്ലറ ചില്ലറ ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വാഭാവികമായും നമ്മളിൽ ദോഷങ്ങൾ അഥവാ ഇൻടോക്സിക്കേഷൻസ് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അവിടെ തന്നെയാണ് കർക്കിടക ചികിത്സ എന്ന് നമ്മൾ പരക്കെ അറിയപ്പെടുന്ന ഒരു ചികിത്സാക്രമത്തിൻ്റെ പ്രാധാന്യവും. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഒഴിച്ചിൽ പിഴിച്ചിൽ അങ്ങനെ മാത്രം ചെയ്യുന്നതല്ല ശരിക്കും കർക്കിടക ചികിത്സ. ഇവിടെ അടിസ്ഥാനപരമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഉപചയ പ്രവർത്തനങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റമാണ്. അതിൻ്റെ ഒരു കറക്ഷനാണ് ശരിക്കും നമ്മൾ കർക്കിടക ചികിത്സ കൊണ്ട് അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്നതും. നമ്മുടെ ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ അത് ആഹാര രൂപേണയും അല്ലാണ്ട് നമ്മൾ ഉള്ളിൽ സേവിക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ശോധനക്രിയകൾ ചെയ്യുകയും തുടർന്ന് ദേഹത്തിൻ്റെ പുറമേക്ക് ചെയ്യുന്ന കുറച്ച് ക്രിയാക്രമങ്ങളും കൂടെ വരുമ്പോൾ അത് ഒരാളുടെ രോഗാവസ്ഥ, പ്രായം, നിലവിലുള്ള കോമോർബിഡിറ്റീസ് അതെല്ലാം പിന്നെ അയാളുടെ സ്വസ്ഥതയും അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അങ്ങനെ ഒരു ചിട്ടയായ രീതിയിലുള്ള ഒരു കർക്കിടക ചികിത്സാക്രമം വന്നാലാണ് നമുക്ക് കർക്കിടകത്തിലെ ദോഷാധിക്യത്തെ, അത് നൽകുന്ന രോഗാതുരതയെ നമുക്ക് നേരിടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടും നമുക്ക് എന്താണോ വേണ്ടിയത് അതിനെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു കർക്കിടക ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചര്യ നമ്മൾ ആചരിക്കണം. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് പുറകെ ഇടാം. നമസ്കാരം.